നമ്മൾ മറ്റൊരാൾക്ക് സലാം ഒരാളുടെ അടുത്ത് നമ്മൾ പറഞ്ഞയക്കും. ഇജ് പിന്നെ മുഹമ്മദിനോട് എൻ്റെ സലാം ഒന്ന് പറയണം കേട്ടോ എന്ന് അബൂബക്കറിനോട് പറഞ്ഞയക്കുകയാണ്. എങ്ങനെ പറഞ്ഞയക്കുക? അതിങ്ങനെ പറഞ്ഞയക്കണം. എൻ്റെ സലാം പറയണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മിക്ക ആൾക്കാരും അങ്ങനെ പറഞ്ഞയക്കില്ല. അങ്ങനെയല്ല പറയേണ്ടത്. ഞാൻ മുഹമ്മദിനോട് അസ്സലാമു അലൈക്കും എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയണം കേട്ടോ എന്ന് അസ്സലാമു അലൈക്കും എന്ന സാധനം കൊടുക്കണം. അല്ലാതെ ഒരാൾ ഗൾഫിൽ നിന്ന് ഒരാളുടെ നാട്ടിൽ വരികയാണ്. അപ്പോൾ പറഞ്ഞു ജിൻ്റെ ഭാഗം ഒരു പാക്കറ്റ് മുട്ടായി കൊടുക്കാണ്ട് കാര്യമുണ്ട്, പിന്നെ ഇപ്പം അവിടെ വന്ന് വാങ്ങിക്കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ മാതിരി ആ നഷ്ടക്കച്ചവടത്തിൽ പറ്റൂല. മുട്ടായി അവിടെ പാക്കറ്റ് ചെയ്ത് കൊടുക്കണം, എന്നിട്ട് ഇത് കൊണ്ടേ കൊടുക്കുക അറിയണം എന്ന് പറഞ്ഞ പോലെയാണ് അസ്സലാമു അലൈക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം കേട്ടോ എന്ന് പറയണം. അങ്ങനെ വന്ന് പറയുമ്പോൾ നമ്മൾ ചെന്ന് പറയുമ്പോഴും എന്ത് പറയണം? ഇങ്ങനെ ഇന്ന ആൾ മുഹമ്മദേ നിന്നോട് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. മടക്കുമ്പോൾ അയാൾ ഈ കൊണ്ടുവന്ന് തരുന്ന ആൾക്ക് എന്തെങ്കിലും കിട്ടണ്ടേ? അപ്പോൾ എന്ത് വേണം? അലൈക്ക അല്ലെങ്കിൽ അലൈക്കും. അലൈക്കും ഏറ്റവും നല്ലത്, ബഹുവചനം ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് സലാം ഉണ്ടാവട്ടെ, വ അലൈഹി അയാൾക്കും സലാം ഉണ്ടാവട്ടെ, വ അലൈക്കും വ അലൈഹി സലാം എന്ന് സലാം മടക്കുകയും വേണം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്.